വടക്കഞ്ചേരി മംഗലം ഡാമിൽ വീട്ടുമുറ്റത്ത് കടുവയുടെ സാന്നിധ്യം. ഓടന്തോട് CVM കുന്നിലാണ് കടുവയെ കണ്ടത്. കടുവയുടെ കാൽപ്പാടാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. വനം വകുപ്പ് സ്ഥലത്തെത്തി ക്യാമറ സ്ഥാപിച്ചു. വ്യാഴാഴ്ച രാത്രി 9:30യോടെയാണ് ചരപ്പറമ്പിൽ രവീന്ദ്രന്റെ വീടിന് മുൻപിൽ കടുവയെത്തിയത്. രവീന്ദ്രന്റെ ഭാര്യ അർച്ചന, മക്കളായ രാഹുൽ, ഋത്തിക് എന്നിവരാണ് കടുവയെ കണ്ടത്. പുറത്തെ ടോയ്ലറ്റിൽ പോയി വരുമ്പോഴാണ് ഇവർ കടുവയുടെ അലർച്ച കേട്ടത്. ഇതോടെ വീടിനകത്തേക്ക് ഓടിക്കയറി കതകടയ്ക്കുകയായിരുന്നു. ഈ സമയത്ത് കടുവ വീടിന് മുൻവശത്തെ ഡാം റിസർവോയർ ഭാഗത്തേക്ക് കടന്നതായി ഇവർ പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ കൊച്ചിന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വരികയായിരുന്നു. അപ്പോൾ പോയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് എത്താറായപ്പോൾ ഒച്ച കേട്ടപ്പോൾ അകത്ത് കയറുമെന്നും പറഞ്ഞ് കയറിയിട്ട് ജനലിൽ കൂടെ നോക്കിയപ്പോഴാണ് കാണുന്നത്. പേടിച്ച് ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് അകത്ത് കയറി. നല്ല അലർച്ചയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് അലർച്ച കേട്ടിട്ട് ആകെ പേടിച്ചിട്ട് കൊച്ചും ഞാനും ഒക്കെ ഉള്ളിലേക്ക് അകത്ത് കയറിയത്. അപ്പോഴായിരുന്നു ഹസ്ബൻഡ് അകത്ത് കയറുമെന്നും പറഞ്ഞ് ഞങ്ങളെ അകത്ത് കയറ്റിയിട്ട് ആൾ വാതിലടച്ചത്. 1 വർഷം മുമ്പ് പുലി ഇവരുടെ വീട്ടിലെ പട്ടിയെ ആക്രമിച്ചു കൊന്നിരുന്നു. കടുവയോടൊപ്പം കുട്ടിയുമുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. ചെറിയ കാൽപ്പാടും ഈ ഭാഗത്ത് കണ്ടിരുന്നു. ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് കടുവ തൊട്ട് പുറകെ നിൽക്കുകയായിരുന്നു. നമ്മുടെ ഇവയും കൂടി കണ്ടപ്പോൾ കടുവ പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കി. എല്ലാവരും പെട്ടെന്ന് പേടിച്ചു, ഓടിപ്പോയി വീടിനകത്ത് കയറി വാതിലടച്ച് ലൈറ്റ് അടിക്കുകയും സൗണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. സമയത്ത് കടുവ അവിടെ നിന്ന് മാറിപ്പോയി. അതിനുശേഷം നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ റേഞ്ചർ ഡെപ്യൂട്ടി അങ്ങനെ എല്ലാവരും കൂടി വന്നു. ഇവിടെ വന്ന് കുറച്ച് ലൈറ്റൊക്കെ അടിച്ച് കുറച്ച് നോക്കി, കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് വീടിൻ്റെ അവിടെ കുറച്ച് തീയൊക്കെ കൂട്ടിയിട്ട് ഫയറൊക്കെ ചെയ്ത് തൊഴുത്തെല്ലാവരും കൂടിയിട്ട് തൊഴുത്തിൻ്റെ ഭാഗത്ത് പശുവുണ്ട് വീട്ടിൽ. അപ്പോൾ തൊഴുത്തിൻ്റെ ഭാഗത്ത് എല്ലാവരും കൂടി വലയൊക്കെ കൂടി കെട്ടി അടച്ച് അങ്ങനെയാണ് ഇന്നലെ അവർ പോയത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാൻ തന്നെ ഭയങ്കര പേടിയാണ്. നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഈ രാത്രി ആയതുകൊണ്ട് നമുക്കിവിടെ എത്തിപ്പെടാൻ തന്നെ ഒന്നാമത് ബുദ്ധിമുട്ട്. വരുന്ന സമയത്ത് തന്നെ എന്താ പറയുക, ഇനി ഏത് സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കണ്ടേ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇറങ്ങിയതുകൊണ്ട്. അതുകൊണ്ട് ജീവന് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. പടക്കം പൊട്ടിച്ചും അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഫയർ ലൈൻ ക്രമീകരിച്ചും കടുവയെ തുരത്താനുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.